ഡിയേഴ്സ്, വെൽക്കം ടു HhandEmbroidery. ഇന്ന് നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്ക് എംബ്രോയിഡറി ഡിസൈനാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സിൽക്ക് ത്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഈ ഒരു പിങ്ക് ഷെയ്ഡുള്ള സിൽക്ക് ത്രെഡ് വേണം, അതുപോലെ ഈ ഒരു ഗ്രീൻ കളറിലെ, പിന്നെ അതുപോലെ നമുക്ക് റെഡ് കളർ വേണം. ഇതൊരു റെഡ് കളറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കളറ്, പിന്നെ അതുപോലെ ഗ്രീനിൻ്റെ പാരറ്റ് ഗ്രീൻ കളറിലെ ഒരു ത്രെഡും കൂടെ നമുക്ക് വേണം കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു 4 കളേഴ്സ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിന്ന് ഈ ഒരു ഡിസൈൻ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയൊരു ബീഡ്സും കൂടെ എടുത്തിട്ടുണ്ട്, ഷുഗർ ബീഡ്സ്, ഒരു പിങ്ക് ഷെയ്ഡിലുള്ള, പിന്നെ ഒരു വൈറ്റ് കളറിലെ ബീഡ്സും കൂടി ഓപ്ഷനിലാണ്. ആ കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്താൽ മതി. നമുക്കെൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഞാനിവിടെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഒരു 10 ഇഞ്ച് നമ്മളത് മാർക്ക് ചെയ്ത് കൊടുക്കുക. 2 സൈഡിൽ നിന്നും മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതൊരു ബോക്സ് ആക്കി എടുക്കുക. അതിനകത്താണ് നമ്മുടെ ഒരു ഫ്ലവേഴ്സൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഫ്ലവേഴ്സും ലീഫും ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ചെറിയ ചെറിയ പോയിൻറ്റ്സ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ബീഡ്സ് വർക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു ഡിസൈന്. ബ്ലാക്കിൽ ഈ ഒരു കളേഴ്സൊക്കെ ത്രെഡിലൊക്കെ വന്ന് നമ്മുടെ ഫ്ലവേഴ്സൊക്കെ ചെയ്യുമ്പോഴത്തേക്കിന് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഞാൻ ആ ഒരു മെറ്റീരിയലിലേക്കൊക്കെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു സ്കെയിലിൽ ഈ ഒരു അളവിലാണ് ഞാൻ ഒന്ന് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുത്തത്. അപ്പോൾ നമുക്കിനി അതിനേക്കാളും കുറച്ചും കൂടി വലുപ്പത്തിലുള്ള ഒരു റൗണ്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിനെയൊന്ന് ഞാൻ ഒരു 4 ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ഒരു ഷേപ്പിൽ, ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലാക്കി ഒന്ന് എടുക്കുകയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാ ഡിസൈനും, അതായത് എല്ലാ റൗണ്ട്സും നമുക്ക് ഒരേ വലുപ്പത്തിൽ തന്നെ നോക്കണം. സെൻറ്ററിൽ ഒരു ചെറിയൊരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി ഇതുപോലെ ഒരു 4 പെറ്റൽ പോലെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് സിൽക്ക് ത്രെഡ് എടുക്കാം. ത്രെഡ് ഞാനൊരു 2 ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അതിനെ ഞാൻ 4 ആയിട്ട് മടക്കി എടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ താഴെ നിന്ന് ത്രെഡ് കൊണ്ടുവരാം. എന്നിട്ട് നമ്മുടെ ആ ഒരു ഭാഗത്തേക്ക് ഒന്ന് എടുത്തിട്ട് നമ്മുടെ നീഡിലിനകത്തൂടെ ഒന്ന് കയറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അടുത്തത് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. നമുക്ക് അടുത്ത ത്രെഡ് എടുക്കുമ്പോൾ ഇതുപോലെ ഓരോ പ്രാവശ്യം നീഡിലിൻ്റെ മുകളിൽ കൂടി വന്ന ലോക്കിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. പെട്ടെന്ന് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു സ്റ്റിച്ചാണിത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഓരോ പെറ്റിലും നമുക്ക് ചെയ്തിങ്ങനെ കൊടുക്കാം. ഇതുപോലെ ഓരോന്നും നമുക്ക് ലോക്കിട്ട് എടുക്കണേ. ഞാനിപ്പോൾ ഒരു പെറ്റിൽ ഇവിടെ ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇനി അടുത്തത് ചെയ്യുമ്പോഴത്തേനും നമുക്കൊന്ന് ലോക്കിട്ടൊന്ന് കൊടുത്ത് താഴേക്ക് നീട്ടിലെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇനിയിപ്പോൾ അടുത്തത് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം താഴേന്ന് തന്നെ അടുത്തത് ചെയ്ത് പോരാം. അതുപോലെ ഓരോന്ന് ലോക്കിട്ട് നമുക്ക് പതിയെ ഒന്ന് ചെയ്തെടുക്കാം. ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട് നമുക്ക് നെക്കൊന്ന് കറക്റ്റ് മെഷർമെൻറ്റിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷമാണ് ഷോൾഡർ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് താഴേക്ക് വേണം ഒരു ബോക്സ് പോലെ നമ്മൾ ചെയ്തെടുക്കുന്നത്. പിക്ചറിൽ കണ്ടില്ലേ, അതേപോലെ ചെയ്തെടുക്കുന്നത് കേട്ടോ. എന്നിട്ട് വേണം ഈ ഒരു ഫ്ലവേഴ്സൊക്കെ നമ്മളിതിൽ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ സെൻറ്ററിൽ നമുക്കൊരു ഹോള് പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഭാഗം നമുക്ക് ഒരു ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നീഡിലും ത്രെഡും കൂടെ 1-2 പ്രാവശ്യം ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തിട്ട് പതിയെ ഒന്ന് താഴേക്ക് വലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ 2 ടൈംസ് നീഡിലൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക, ത്രെഡ് ഇത് പതിയെ താഴേക്ക് വലിച്ചു കൊടുക്കുക. അതിനകത്ത് നമുക്ക് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇത് നല്ലൊരു റെഡ് കളറിലെ ത്രെഡാണ് കേട്ടോ. ഇത് ക്യാമറയിൽ വന്നപ്പോൾ ഒരു കളറിൽ ചെറിയൊരു വേരിയേഷൻ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ട് ഫ്രഞ്ച് നോട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഫ്ലവറിന് നമ്മൾ കുറച്ച് ഇതുപോലെ നമ്മുടെ ഒറിജിനൽ ഫ്ലവേഴ്സിനൊക്കെ നമുക്കിതുപോലെ കുറച്ച് ലൈൻസൊക്കെ കാണില്ലേ, അപ്പോൾ അതേപോലെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കണം.
ഇതുപോലെ ചുറ്റിനും ഒന്ന് ചെയ്ത് കൊടുത്താൽ മതിയാവും. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കേട്ടോ ഒരു ഫ്ലവർ. ഇത് കണ്ടോ, നമ്മൾ ഇത്രയൊന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ലീഫാണ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ എന്താ ലീഫ് വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ലീഫ് ചെയ്യാൻ വളരെ എളുപ്പമാണ് കേട്ടോ. നമ്മൾ മുകളിൽ നിന്ന് ത്രെഡ് കൊണ്ടുവന്നിട്ട് നമ്മുടെ ആ ഒരു ലീഫിൻ്റെ ആ വരച്ചേക്കുന്ന ഒരേ സൈഡിൽ കൂടെ തന്നെ ഒന്ന് ത്രെഡ് കൊണ്ടുപോയി സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഓരോ തവണ ചെയ്യുമ്പോഴും അങ്ങനെ തൊട്ട് താഴെയായിട്ട് നീഡിലിറക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ലീഫ് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി അടുത്തത് ചെയ്യുമ്പോഴും ഇതുപോലെ നമ്മൾ ചെയ്തു. നമ്മൾ ആദ്യം വരച്ചേക്കണ ആ ഒരു ഭാഗത്തേക്ക് തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അതിൽ ചരിച്ച് നമ്മൾ കൊണ്ടുവന്നിട്ട് ഈ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫില്ലിങ് പോലെ നമ്മൾ ചെയ്തെടുക്കേണ്ട. ഇനി ഈ ഒരു സ്റ്റിച്ചിന് 3D എഫക്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു 2 സ്റ്റിച്ച് ഒന്ന് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലീഫ് കുറച്ച് പൊങ്ങി നിൽക്കണ പോലത്തെ ഒരു ഫീലിങ്ങിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. വളരെ പെട്ടെന്ന് നമുക്ക് ഈ ഒരു ലീഫ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അടുത്ത ലീഫ് ചെയ്യുന്നത് നമുക്ക് മറ്റൊരു കളർ ഞാൻ കാണിച്ചല്ലോ, ഈ ഒരു കളർ യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു സ്റ്റിച്ചും കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഈ ഒരു ഡിസൈനെല്ലാം നമ്മൾ ചെയ്ത് കൊടുത്തതിന് ശേഷം ഗ്യാപ്പുള്ള ഭാഗത്തൊക്കെ ഇതേപോലെ കുറച്ച് പോയിൻറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മളുടെ ആ ഒരു പിങ്ക് ഷെയ്ഡിലുള്ള ഒരു ബീഡ്സ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാനാണ്. അപ്പോൾ ഞാൻ ആദ്യം ഒരു വൈറ്റ് കളറിലെ പേള് കാണിച്ചല്ലോ, അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ റെഡ് കളറിലെ ഒക്കെ ബീഡ്സ് ഇതുപോലത്തെ കുഞ്ഞു ബീഡ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്ത് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ചെയ്യുന്നത് നല്ലതായിരിക്കും. പക്ഷെ എൻ്റെ കയ്യിൽ അതില്ലാണ്ടായിപ്പോയി. അപ്പം ഞാൻ അതുകൊണ്ട് ഒരു വൈറ്റ് കളറിലെ പേളൊന്ന് കാണിച്ചു തന്നത്. ഈ പിങ്ക് മാത്രം ചെയ്താലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ആ ഒരു ഗ്യാപ്പുള്ള ഭാഗത്തൊക്കെ ഇതുപോലെ ഒന്ന് ഈ ഒരു പിങ്ക് ഷെയ്ഡിലുള്ള ബീഡ്സ് ഒന്ന് ഫില്ല് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ഫൈനൽ ഔട്ട്ലുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്